മറ്റൊരു ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനം കൂടി കടന്നുപോയിരിക്കുകയാണ്. സ്വദേശിയെന്നോ വിദേശിയെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന രാജ്യമാണ് UAE. അതിനാൽ തന്നെ UAEയിലും ഓട്ടിസം കുട്ടികൾക്കായി നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. കുട്ടികളുടെ കലാകായിക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനായി നിരവധി പരിപാടികൾ ദുബായിലും നടന്നു വരുന്നു. ഓട്ടിസം കുട്ടികളുടെ സ്വഭാവ രീതി, പെരുമാറ്റം, ആശയവിനിമയം, സാമൂഹ്യബോധം എന്നിവയെല്ലാം വളർത്തിയെടുക്കാൻ ഇത് വലിയ പങ്കാണ് വഹിക്കുന്നത്. റിപ്പോർട്ടുമായി ഗൾഫ് കവർ സ്റ്റോറി. എല്ലാ വർഷവും ഏപ്രിൽ 2-നാണ് ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നത്. ഓട്ടിസത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനം ലക്ഷ്യം വെക്കുന്നത്. ഓട്ടിസം എന്ന വാക്ക് ഇന്ന് എല്ലാവർക്കും സുപരിചിതമായി കഴിഞ്ഞു. ദിനം പ്രതി കൂടി വരുന്ന ഓട്ടിസത്തിൻ്റെ നിരക്ക് തന്നെയാണ് ഇതിന് പ്രധാന കാരണം. ഓരോ കുട്ടികളുടെയും കഴിവുകൾ വ്യത്യസ്തങ്ങളായിരിക്കും. ഇതിനനുസരിച്ചുള്ള പരിശീലനം നൽകുക എന്നത് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെയാണ് ഗൾഫിലെ ഇത്തരം കൂട്ടായ്മകളുടെ പ്രസക്തി. സോഷ്യൽ എക്സ്പോഷറൊക്കെ നന്നായിട്ട് ഒരു ഇമ്പാക്റ്റ് കൊടുക്കുന്നുണ്ട്. അതായത് അവരുടെ സോഷ്യൽ സ്കിൽസ് ബിൽഡപ്പ് ചെയ്യാനും, പിന്നെ ഇപ്പോൾ ഡാൻസ് ആണെങ്കിൽ പോലും ഡാൻസ് തെറപ്പിക്ക് മോള് പോകുന്നുണ്ട്. അപ്പോൾ കോഗ്നിറ്റീവ് സ്കിൽസ്, പിന്നെ നമ്മുടെ ബോഡി കോർഡിനേഷൻ, മോട്ടോർ കോർഡിനേഷൻ, ബാലൻസ്, സ്റ്റെബിലിറ്റി, അതിനൊക്കെ ഒത്തിരി നല്ലതായിട്ടൊരു ഇമ്പാക്റ്റ്ഫുൾ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അത് കുഞ്ഞിലെ തൊട്ടേ നമ്മൾ മ്യൂസിക് ഇടുമ്പോൾ തന്നെ മോൾ ഓരോരോ കാലൊക്കെ ഇങ്ങനെ ഓരോരോ ബീറ്റ്സ് ഇങ്ങനെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേ നമുക്ക് മനസ്സിലായി മോൾക്കൊരു പാഷൻ ഉണ്ടെന്ന് തന്നെ. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 24/7 പാട്ടാണ്. അതൊരു മ്യൂസിക്കൽ ഹെവൻ എന്ന് പറയും. അപ്പം അങ്ങനെയാണ്. അപ്പം പാട്ടില്ലാണ്ട് മോളുടെ ദിവസം മുന്നോട്ട് പോവില്ല. അപ്പം വീട്ടിലായാലും ഞാൻ ഇപ്പോൾ മ്യൂസിക് തെറപ്പിയൊക്കെ എടുക്കും. ഇപ്പം നമ്മൾ സരിഗമ ക്ലാസിക്കൽ പാടിയാൽ പോലും മോൾക്കത് ഇഷ്ടമാണ്. അപ്പോൾ സിലബിൾസ് ഇങ്ങനെ ഓരോന്ന് വന്നു തുടങ്ങും. അപ്പോൾ മ്യൂസിക്കിൽ കൂടെ നമ്മൾ ഓരോന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മ്യൂസിക് ആൻഡ് ഡാൻസ് തെറപ്പി കൂടെ. പുള്ളി സ്പോർട്സുകളിലെല്ലാം തന്നെ അവന് സ്വിമ്മിങ് ചെയ്യും, പിന്നെ സൈക്ലിങ്, ബാക്കിയെല്ലാം. ഇങ്ങനെയുള്ള കുട്ടികളെ വീട്ടിലിരുത്താതെ വെളിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള നമ്മുടെ ഒരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പിൻ്റെ ഒക്കെ പ്രധാന ഉദ്ദേശം ഇതാണ്. ഈ വെളിയിലേക്ക്, അതായത് ഇപ്പോൾ ഇവന് ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്തു. ഞങ്ങൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവനെ കിട്ടുന്ന വരുമാനം മാത്രമല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് കണ്ട് പല പേരൻസും അതിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ നമ്മുടെ കുട്ടീനെ കൊണ്ട് എന്നുള്ള ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശമാണ് എല്ലാ ആൾക്കാരെയും. അപ്പോൾ അങ്ങനെ കണ്ട് പല ആൾക്കാർ ഇപ്പോൾ പല പേരൻസും വന്നു. ഇപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ അതിൽ തന്നെ വേറെ പേരൻസ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെയും
പിന്നെ ഇവനെ നമ്മളെ മെയിൻ സ്ട്രീം സ്കൂളിലാണ് വിട്ടിട്ടുള്ളത്. ഇപ്പം മെയിൻ സ്ട്രീം സ്കൂളിൽ നമ്മൾ ആദ്യത്തെ കാലങ്ങളിൽ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അഡ്മിഷൻ കിട്ടാനോ അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി സപ്പോർട്ടീവാണ് എല്ലായിടത്തും. ഇവിടെ നമുക്ക് ഇപ്പോൾ വളരെ ബെനിഫിറ്റ്സ് ശരിക്കും കുറേ തരുന്നുണ്ട് ഗവൺമെൻറ്. ഇപ്പോൾ ഇത് സാലിക്ക് ഫുള്ള് ഫ്രീ ആണ് കുട്ടികൾക്ക്. പിന്നെ നമ്മുടെ ഈ ദുബായ് പാർക്കിംഗ് ഫ്രീ ആണ്. പിന്നെ ഈ ഏത് പാർക്കിൽ പോയാലും നമുക്ക് ഫ്രീ ആണ്. അതേമാതിരി എവിടെ നമ്മൾക്ക് ഏതെങ്കിലും ഇപ്പോൾ പാർക്കുകളുണ്ടല്ലോ, അമ്യൂസ്മെൻറ്റ് പാർക്ക് അങ്ങനെയുള്ള അവിടെയൊക്കെ ഇവർക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അത് പിന്നെ കുറേ ബെനിഫിറ്റ്സ് സർക്കാരിൻ്റെ രീതിയിൽ കുറേ ബെനിഫിറ്റ്സ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വളരെ താങ്ക്ഫുള്ളാണ് ഗവൺമെൻറ്റും അവർ അങ്ങനെയുള്ള. അതുമല്ല നമ്മുടെ ഇപ്പോൾ KHD അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ ഗവൺമെൻറ്റിൻ്റെ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അവർ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പണ്ടത്തെക്കാളിലൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾ അവർ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അവരെ സമീപിക്കാം. അപ്പോൾ അവർ നമ്മളിന്ന് വളരെ സപ്പോർട്ടീവാണ്. ഇപ്പോൾ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന രാജ്യമാണ് UAE. അതിനാൽ തന്നെ UAEയിലെ ഓരോ എമിറേറ്റുകളിലും ഓട്ടിസം കുട്ടികളുടെ കലാ കായിക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു. ഇത്തരത്തിൽ ഒരു പുതുമയാർന്ന പരിപാടിക്ക് ദുബായ് നഗരം വേദിയായി. ഏത് പാട്ട് കളിച്ച് ഡാൻസ്? തുളി തുളി. അത് ഇഷ്ടപ്പെട്ട പാട്ടാണോ? ആ. ഡാൻസ് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. ഡോക്ടറുടെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ അവർ ജനറ്റിക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഹോർമോൺ എക്സ്ട്രാ ഉണ്ടെന്ന് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ സമയം നമുക്കിത് എന്താ ഏതാണെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. കാരണം കാലൊക്കെ അകത്തോട്ട് ഇങ്ങനെ അളഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ നമ്മൾ തെറാപ്പീസ് ഇതൊക്കെ ചെയ്ത് എല്ലാം നോർമലായി. ഇതാ ഇപ്പം ആ കുട്ടിയാണ് ഈ ഡാൻസ് കളിക്കുന്നത്. ഇവനിപ്പോൾ പഠിക്കുന്നുണ്ട്. ഒരാൾ വന്നിട്ട് സിനിമാറ്റിക് ഡാൻസ് വീട്ടിൽ നിന്ന് ഒരു 3-4 വർഷമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ തന്നെയായിരുന്നു ചെറുതിലെ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ ചെറിയ ചെറിയ പ്രോഗ്രാംസിന് ആദ്യമൊക്കെ ഞാൻ തന്നെ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ചെയ്തു വന്നപ്പം പിന്നെ എക്സ്പോയിൽ കഴിഞ്ഞ ഇത് തുടങ്ങിയപ്പം 6 മാസം ഞങ്ങൾക്ക് ഓരോ മാസം ഓരോ പ്രോഗ്രാംസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവറി മന്ത് ഒരു ഡാൻസ് വേണമായിരുന്നു. അപ്പം അങ്ങനെ ഒരു മാഷിനെ നോക്കി അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഒരു മാഷിനെ സജസ്റ്റ് ആൾ വന്നിട്ട് വീട്ടിൽ നിന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഡാൻസാണ് അവൻ്റെ പാഷൻ. ഇത്തരം കുട്ടികൾക്ക് ഒരു സെപ്പറേറ്റ് ഒരു സ്പെഷ്യൽ കഴിവുണ്ടാവും. ഓട്ടിസം ബാധിച്ചവരെ മാറ്റി നിർത്തിയിരുന്ന സമൂഹത്തിൽ നിന്ന് അവരെ കൂടി പരിഗണിക്കുന്ന ലോകത്തേക്ക് നമ്മൾ വളർന്നിരിക്കുന്നു. എങ്കിലും പൂർണ്ണമായും ഈ കാര്യത്തിൽ നമ്മൾ ബോധവാന്മാർ ആയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓട്ടിസത്തെക്കുറിച്ച് കൃത്യമായ ധാരണ വളർത്തിയെടുക്കേണ്ടത് ഇതിന് അത്യാവശ്യമാണ്.
അപ്പോൾ ഞങ്ങൾക്ക് കുറേ സ്പെഷ്യൽ നീഡ് സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ട്സ് മിക്കവാറും ഈ അങ്ങനത്തെ അമ്മമാർ തന്നെയാണ്. അപ്പോൾ അവരെയൊക്കെ കോൺടാക്ട് ചെയ്തു, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു. അപ്പോൾ 16 ചിൽഡ്രൻ 16 കുട്ടികൾ കൂടിയിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ടൊരു മെഡ്ലി. അതിൽ കൂടുതലും സിംഗേഴ്സായിരുന്നു, 2-4 കീബോർഡ് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, ഒരു കുട്ടി ഡ്രമ്മും വായിച്ചു. നല്ല സക്സസ്ഫുള്ളായിട്ട് പ്രോഗ്രാം കഴിഞ്ഞു. ഓട്ടിസം ഒരു രോഗമല്ല, മറിച്ച് തലച്ചോറ് സംബന്ധമായ ഒരു വൈകല്യമാണെന്ന് ലോകത്തെ ധൈര്യപൂർവ്വം വിളിച്ചു പറയുകയാണ് ഈ മാതാപിതാക്കൾ. ചിട്ടയായ പരിശീലനം, ഇത്തരം കൂടിച്ചേരലുകൾ എന്നിവ ഓട്ടിസം കുട്ടികൾക്ക് ഒരു ഫലപ്രദമായ ചികിത്സ തന്നെയാണ്. ഈ ഗ്രൂപ്പ് തെറാപ്പി ഗുണകരമാണെന്ന് ഇവരും സാക്ഷ്യപ്പെടുത്തുന്നു. So he's basically he has very good interest in singing, and apart from singing, he is showing a lot of interest in playing musical keyboard. No, this one we just came to know around when he was 7 or 8 years. When he used to play with the toy keyboard, right? He easily imitates any song that he listens to, and then we just saw some spark is there actually. So we thought of developing it further, and then we bought a big one, the big keyboard, and he started randomly playing the things, and any song if he listens to or twice or thrice, then immediately started playing. This year only we joined with this group now, with the special parent group, which is really a boon to us. In fact, we didn't know this earlier, so now we have very good contacts, and we could able to at least he participated in 6 or 7 stage performances. തിരക്കേറിയ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കുട്ടികളെ അടക്കിയിരുത്തുവാനായി മിക്ക മാതാപിതാക്കളും ആശ്രയിക്കുന്നത് TV, മൊബൈൽ ഫോൺ തുടങ്ങിയ സ്ക്രീൻ ഉപാധികളെയാണ്. ഇവ കുട്ടികളെ എങ്ങനെ സാരമായി ബാധിക്കുമെന്ന് ആരും തന്നെ ചിന്തിക്കാറില്ല. ഇതിൻ്റെ അനന്തരഫലമായി 3 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ പലവിധ ഡെവലപ്മെന്റൽ ഡിസോർഡറിൽ ഒന്നാണ് വെർച്വൽ ഓട്ടിസം എന്ന ഈ അവസ്ഥ. ഇത് ഗൾഫ് നാടുകളിലും കൂടുതലായി കണ്ടുവരുന്നു. അതിനാൽ മാതാപിതാക്കളിൽ മാറ്റം അനിവാര്യമാണെന്ന് ഈ പുതിയ കാലം അടയാളപ്പെടുത്തുകയാണ്.